നമ്മൾ സുജൂദിലേക്ക് പോവുകയാണ്. സുജൂദിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം 2 കാൽമുട്ടുകളാണ് നിലത്ത് വെക്കേണ്ടത്. അതിനുശേഷം 2 മുൻകൈകൾ നിലത്ത് വെക്കുക. ആ മുൻകൈകൾക്കിടയിൽ നമ്മുടെ മൂക്ക് ആദ്യം വെക്കുക. ശേഷം നെറ്റിത്തടം നിലത്ത് വെക്കുക. സ്ത്രീകൾ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത്, സുജൂദ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തണ്ടം കൈ, ഈ ഭാഗത്തിനാണ് തണ്ടം കൈ എന്ന് പറയുക, ഈ തണ്ടം കൈ നമ്മൾ നിലത്ത് പതിച്ചു വെക്കുകയാണ് വേണ്ടത്. അതേ രൂപത്തിൽ തോളം കൈ, ഈ ഭാഗം, ഇത് ശരീരത്തിലേക്ക് ചേർത്തി വെക്കുകയും തുടയും വയറും പരസ്പരം സ്പർശിക്കുന്ന രൂപത്തിൽ തുടയോട് വയറ് ചേർത്തി, എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഒതുക്കത്തിലും അടക്കത്തിലുമാണ് സഹോദരിമാർ സുജൂദ് ചെയ്യേണ്ടത്. പുരുഷന്മാരെ പോലെയല്ല, അവർ പുരുഷന്മാരിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് സുജൂദ് നിർവഹിക്കേണ്ടത്. 2 കാൽപാദങ്ങളും വലതുവശത്തേക്ക് ചരിച്ചാണ് വെക്കേണ്ടത്. കാലുകൾ നിലത്ത് കുത്തിയല്ല വെക്കേണ്ടത്, വലതുവശത്തേക്ക് 2 കാൽപാദങ്ങളും ചരിച്ച് കിടത്തി വെക്കുകയാണ് വേണ്ടത്. ആ രൂപത്തിലാണ് നമ്മൾ സുജൂദ് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് അതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 2 കൈകളിലെയും വിരലുകൾ പരസ്പരം കൂട്ടിവെക്കുന്നു. 2 കൈകൾക്കിടയിലാണ് നെറ്റിത്തടം വെക്കേണ്ടത്. തണ്ടം കൈ എന്ന് പറയുന്ന ഈ കൈ, ഇത് നിലത്ത് വെക്കണം. അതേ രൂപത്തിൽ തോളം കൈ എന്ന് പറയുന്ന ഈ 2 ഭാഗം ശരീരത്തോട് ചേർത്തി വെക്കുക. തുടയോട് വയറ് ചേർത്തി വെക്കുക. കാലുകൾ വെക്കുന്ന സമയത്ത് കാലുകൾ കുത്തി വെക്കുകയല്ല, കാലുകൾ 2 വലതുവശത്തേക്ക് ഇങ്ങനെ ചരിച്ച് വെക്കുകയാണ് വേണ്ടത്.